ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മീരാസ് നോവല്ല. ഇനിയെന്നും ഭാഗം 16. ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മോളെ ഞാൻ ഒന്നും ചെയ്യില്ല. വേഗം റെഡിയായി വാ. അത്രയും പറഞ്ഞ് ദേവി മോളെയും കൊണ്ട് സോഫയിൽ ചെന്നിരുന്നു. അവനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാവുന്നതുകൊണ്ട് ദേഷ്യം ഉള്ളിൽ ഒതുക്കി ദേവു അകത്തേക്ക് നടന്നു. തന്റെ മടിയിൽ കിടക്കുന്ന അമ്മുമോളുടെ കവളിൽ ദേവി വാത്സല്യത്തോടെ തലോടി. അവളുടെ കല്യാണം കഴിഞ്ഞതായിരുന്നോ? എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അല്ല, അതിന് എനിക്ക് അവളെ പറ്റി എന്തറിയാം? പക്ഷേ അവൾക്ക് എന്നെ പറ്റി എന്റെ അധികം ആരും അറിയാത്ത പേര് പോലും അറിയാമല്ലോ. ഇനി ഭർത്താവ് വഴി അറിഞ്ഞതായിരിക്കുമോ? അതിന് അവളെ ഭർത്താവാരാ? ഇന്ന് വരെ അമ്മച്ചിയും അപ്പായും അങ്ങനെ ആരെ പറ്റിയും പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. ഇതിനി ഇവളെ കുഞ്ഞു തന്നെയല്ലേ? ഒരുപാട് ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ഡേവിഡിന്റെ മനസ്സിൽ ഉയർന്നു വന്നു. അല്ല, ഞാൻ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ആലോചിക്കുന്നേ? അവൾ കെട്ടുകയോ ഭർത്താവ് ഉണ്ടാവുകയോ കുഞ്ഞുണ്ടാവുകയോ എന്തെങ്കിലും ആയിക്കോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അങ്ങനെ വിചാരിക്കുമ്പോഴും ഡേവിയുടെ കണ്ണുകൾ അമ്മുമോളുടെ മുഖത്തായിരുന്നു. ചേട്ടായി. പേടിയോടെയുള്ള അനുവിന്റെയും അഞ്ജുവിന്റെയും വിളിയാണ് അവനെ ആലോചനകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. തന്റെ മുന്നിൽ തന്നെ പേടിയോടെ നോക്കി പോകാൻ തയ്യാറായി നിൽക്കുന്നവരെ കണ്ടതും അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് ചെന്നു. അത് ഞങ്ങൾ എന്താ വിളിക്കുക എന്നറിയാത്തോണ്ട് വിളിച്ചതാ, ക്ഷമിക്കണം. അവന് തങ്ങളുടെ വിളി ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതി അനു പറഞ്ഞതും അവൻ അവനെ നോക്കി ചിരിച്ചു. അതിനെന്താ, എന്നെ അങ്ങനെ വിളിക്കാൻ ആരും ഇതുവരെ ഇല്ലായിരുന്നു. ഇനി അങ്ങനെ വിളിക്കാൻ 2 അനിയത്തിമാരെ കിട്ടിയതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ എന്നെ പേടിക്കൊന്നും വേണ്ട. നിങ്ങളുടെ ചേച്ചിക്ക് ഒരിത്തിരി അഹങ്കാരം കൂടുതലാ. അതുകൊണ്ടാണ് അവളോട് അങ്ങനെ പെരുമാറിയത്. അപ്പോ ചേച്ചിയമ്മയെ ചേട്ടായി പലപ്പോഴും കളിയാക്കിയിട്ടുള്ളതോ? അത് ഞങ്ങൾ പാവപ്പെട്ടവർ ആയതുകൊണ്ടല്ലേ? പിന്നെന്തിനാ ഇപ്പൊ കൂടെ കൊണ്ടുപോകാൻ ചേട്ടായി ഇങ്ങോട്ട് വന്നത്? അഞ്ചു ചൊടിയോടെ ചോദിച്ചതും ദേവിക്ക് കുറ്റബോധം തോന്നി. ശരിയാണ്, പലപ്പോഴും അവളെ കളിയാക്കിയിട്ടുണ്ട്. അത് അവൾ പാവപ്പെട്ടതായതുകൊണ്ടോ തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നത് കൊണ്ടോ അല്ല. തനിക്ക് പെണ്ണെന്ന വർഗത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണ്. പക്ഷേ അതൊന്നും പറഞ്ഞാൽ മുന്നിൽ നിൽക്കുന്ന ഈ കുട്ടികൾക്ക് മനസ്സിലാവുകയുമില്ല. അവർക്ക് അവരുടെ ചേച്ചി ജീവനാണെന്ന് ഈ സമയം കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവരുടെ കണ്ണിൽ അവരുടെ ചേച്ചിയെ വിഷമിപ്പിച്ച് തന്നോടും ദേഷ്യമാണ്. അതെ, നിങ്ങളുടെ ചേച്ചിയെ ഞാൻ കളിയാക്കിയത് അവൾ അഹങ്കാരി ആയതുകൊണ്ടാ. ദേവി പറഞ്ഞതും രണ്ടുപേരുടെയും മുഖം പരിഭവത്താൽ വീർത്തു. അല്ല, ഞങ്ങളെ ചേച്ചിയമ്മ പാവമ്മ. അവനെ നോക്കി പരിഭവത്തോടെ അഞ്ചു പറഞ്ഞതും അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. പാവം തന്നെയാ, പക്ഷെ ഇത്തിരി കുറുമ്പ് കൂടുതലാ. അതുപോട്ടെ, ഇത് നിങ്ങളുടെ ചേച്ചിയുടെ മോളാണോ? ദേവി ചോദിച്ചതും അനുവും അഞ്ജുവും ഞെട്ടി പരസ്പരം നോക്കി. ആ അതെ. എന്താ എന്താ അങ്ങനെ ചോദിച്ചേ? പരിഭ്രമത്തോടെ അഞ്ജു പറഞ്ഞതും ദേവിയുടെ മുഖം സംശയത്താൽ ചുളുങ്ങി. ഇത് പറയാൻ മോൾ എന്തിനാ വിൽക്കുന്നേ? ഞാൻ അറിയാത്തത് കൊണ്ട് ചോദിച്ചതല്ലേ. ഈ മോളുടെ പേരെന്താ? അവൻ പറഞ്ഞതും അവർക്ക് അവന് സംശയമൊന്നുമില്ല എന്നറിഞ്ഞതിൽ പകുതി ആശ്വാസമായി. കുഞ്ഞിന്റെ പേര് അമേയ എന്നാ, അമ്മ എന്ന് വിളിക്കും. ചേട്ടായി മോളെ തന്നോളൂ, അവളെ റെഡിയാക്കി കൊണ്ടുവരാം. അനു അത് പറഞ്ഞ് കൈ നീട്ടിയതും തന്നെ കെട്ടിപ്പിടിച്ച് സുഖമായി ഉറങ്ങുന്ന അമ്മു മോളെ ദേവി എടുക്കാൻ തുടങ്ങിയതും അവൾ ഒന്നുകൂടെ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് കിടന്നു. വേണ്ടാനു, അമ്മമോളെ ഇപ്പൊ എടുത്താൽ അവൾ എണീക്കും. അവൾ ഉറങ്ങട്ടെ. മോള് പോയി കുഞ്ഞിന് ഇടാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ടുവാ, വീട്ടിൽ ചെന്നിട്ട് മാറ്റാം. ദേവി പറഞ്ഞതും അനു റൂമിലേക്ക് പോയി. അഞ്ജു, നിങ്ങൾ മാത്രമാണോ ഇവിടെ താമസം? നിങ്ങളുടെ അച്ഛനും അമ്മയും? ഞങ്ങൾ മാത്രമേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് അച്ഛനും അമ്മയുമില്ല, മരിച്ചുപോയി. അപ്പോ ഭദ്രയുടെ ഭർത്താവോ? ഇവിടെ ഞങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല.
ശബ്ദം കേട്ടിടത്തേക്ക് തിരിഞ്ഞു നോക്കിയ ദേവി കണ്ടു പാർട്ടിക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ദേവുവിനെ. എന്നാൽ അവളുടെ മറുപടി അവനിൽ കൂടുതൽ സംശയമുണ്ടാക്കി. എന്നാൽ അവളോട് ചോദിക്കാനുള്ള മടിക്ക് ബാക്കി സംശയങ്ങൾ ഉള്ളിലൊതുക്കി ദേവി കാറിനടുത്തേക്ക് നടന്നു. അവന് പിന്നിലായി അനുവും അഞ്ജുവും നടന്നു. വീട് പൂട്ടി കാറിനടുത്തേക്ക് വന്ന ദേവു കാണുന്നത് ബാക്ക് സീറ്റിലിരിക്കുന്ന അനുവിനെയും അഞ്ജുവിനെയുമാണ്. അവൾ വേഗം ചെന്ന് ബാക്ക് ഡോർ തുറന്നതും ദേവി അത് വലിച്ചടച്ച് പാസഞ്ചർ ഡോർ തുറന്നു പിടിച്ചു. ഞാൻ നിങ്ങളുടെ ഡ്രൈവറല്ല, വന്ന് മുന്നിൽ കുഞ്ഞിനെ പിടിക്കടി. ദേവിയുടെ അലർച്ചയിൽ അവനെ ദേഷ്യത്തോടെ നോക്കി അവൾ മുന്നിൽ കയറിയിരുന്നു. അവളുടെ മടിയിലേക്ക് ശ്രദ്ധയോടെ കുഞ്ഞിനെ കിടത്തി ദേവി ഡോർ അടച്ചു. ദേവി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പോകുന്ന വഴി അനുവും അഞ്ജുവും ദേവിയും പരസ്പരം ഒരുപാട് സംസാരിച്ചു. അവർ തമ്മിൽ ഇത്ര പെട്ടെന്ന് അടുത്തത് ദേവുവിന് ആശ്ചര്യമായിരുന്നു. എന്നാൽ അവരോട് സംസാരിക്കുമ്പോഴും ദേവിയുടെ കണ്ണുകൾ ഇടയ്ക്ക് ദേവുവിലും അമ്മുവിലേക്കും പാറി വീണു. എന്നാൽ ദേവി ഇതൊന്നും ശ്രദ്ധിക്കാതെ പുറം കാഴ്ചകളും കണ്ടിരുന്നു. വണ്ടിയിൽ നിന്നും അമ്മുമോളെയും എടുത്തിറങ്ങുന്ന ദേവുവിനെ കണ്ടതും മേരി സന്തോഷത്തോടെ അവർക്കടുത്തേക്ക് ചെന്നു. മോളെ. മേരിയുടെ വിളി കേട്ടതും അനുവും മഞ്ജുവും ദേവുവും തിരിഞ്ഞു നോക്കി. ദേവു പുഞ്ചിരിയോടെ അമ്മുമോളെ മേരിക്ക് കാണിച്ചു കൊടുത്തു. ഉറക്കം വിട്ടുണർന്ന അമ്മുമോൾ തനിക്കു നേരെ കൈനീട്ടി നിൽക്കുന്ന മേരിയെ കണ്ടെങ്കിലും അടുത്തേക്ക് ചെല്ലാതെ ദേവുവിനെ ചുറ്റിപ്പിടിച്ചു കിടന്നു. മേരിക്ക് അത് കണ്ട് ആ കുഞ്ഞിനോട് വല്ലാത്ത വാത്സല്യം തോന്നി. അമ്മുമോളെ, ഒന്ന് വാടാ, അച്ഛമ്മയല്ലേ വിളിക്കുന്നേ. അവളുടെ വയറിൽ ഇക്കിളി കൂട്ടി പറഞ്ഞതും അമ്മു കുണുങ്ങിച്ചിരിച്ച് ഇടങ്ങണ്ണിട്ട് മേരിയെ നോക്കിയെങ്കിലും അവരുടെ കൈകളിലേക്ക് ചെന്നില്ല. എന്നാൽ കാർ പാർക്ക് ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്ന ദേവിയെ കണ്ടതും ദേവുവിന്റെ തോളിൽ നിന്നും തല പൊക്കി സന്തോഷത്തോടെ എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി ദേവിയുടെ അടുത്തേക്ക് ചാഞ്ഞു. അമ്മുമോളുടെ അപ്രതീക്ഷിത നീക്കത്തിൽ ദേവുവും അമ്മുമോൾക്കൊപ്പം അവനടുത്തേക്ക് ചാഞ്ഞുപോയി. അതേ നിമിഷം ദേവി ഒരു കൈകൊണ്ട് കുഞ്ഞിനെ എടുത്തു മാറ്റി മറു കൈകൊണ്ട് ദേവുവിനെ ചേർത്ത് പിടിച്ചു. അനുവും മഞ്ജുവും മേരിയും ആശ്ചര്യത്തോടെ അമ്മുമോളെ നോക്കി നിന്നു. അധികം പരിചയമില്ലാതിരുന്നിട്ട് പോലും ദേവിയോടുള്ള മോളുടെ അടുപ്പം അവർക്ക് അത്ഭുതമായിരുന്നു. ദേവു ജാളിതയോടെ ദേവിയിൽ നിന്നും അകന്നു നിന്നു. ആരെയും ശ്രദ്ധിക്കാതെ ദേവി കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. അവരെ കണ്ടുകൊണ്ട് അങ്ങോട്ട് വന്ന ജോൺ ദേവിയെ കണ്ടതും പകച്ചു നിന്നു. ഒരുപാട് കാലത്തിനു ശേഷം അവന്റെ മുഖത്ത് കാണുന്ന നിറഞ്ഞ ചിരി അയാളിൽ സന്തോഷമുണ്ടാക്കി. മേരി ജോണും വളരെ സന്തോഷത്തോടെ തന്നെ അനുവിനോടും അഞ്ജുവിനോടും സംസാരിച്ചു. തിരക്ക് കൂടിയതും ദേവു ചെന്ന് കുഞ്ഞിനെ ദേവിയുടെ അടുത്ത് നിന്നും എടുത്തുകൊണ്ടുവന്നു. അല്പനേരത്തെ ശ്രമത്തിനൊടുവിൽ അമ്മു മേരി ജോണുമായി ഇണങ്ങി. മേരി കുഞ്ഞിനെ മറ്റാർക്കും കൊടുക്കാതെ കൊണ്ടു നടന്നു. വന്ന ചില ബന്ധുക്കൾ വേലക്കാരിയുടെ മകളെ എടുത്തു നടക്കുന്ന മേരിയെ കുറ്റപ്പെടുത്തിയെങ്കിലും മേരി അതൊന്നും കണക്കിലെടുത്തില്ല. ദേവു വരുന്നവർക്ക് ജ്യൂസും മറ്റും കൊടുക്കാനായി പോയി. അനുവും മഞ്ജുവും ആരെയും അറിയാത്തതുകൊണ്ട് വെറുതെ അവിടെയൊക്കെ ചുറ്റി നടന്നു. നടത്തത്തിനിടയ്ക്ക് പെട്ടെന്ന് അഞ്ജു നിന്നതും അനു അവളെ തിരിഞ്ഞു നോക്കി. ഒരു ദിക്കിലേക്ക് ദൃഷ്ടിയൂന്നി നിൽക്കുന്നവളെ കാണുകെ അവൾ നോക്കുന്നിടത്തേക്ക് നോക്കിയതും അനു കണ്ടു കൂടെ നിൽക്കുന്നവരോട് ചിരിച്ച് സംസാരിച്ചു നിൽക്കുന്ന കിച്ചുവിനെയും കിരണിനെയും. അനു വേഗം അഞ്ജുവിനടുത്തേക്ക് നടന്നു. അഞ്ജു, നീ എന്തിനാ അവരെ തന്നെ നോക്കി നിൽക്കുന്നേ? ആരാ അത്? നിനക്ക് അവരെ അറിയുമോ? പറ, അറിയൂ നിനക്കവരെ? അനുവിന്റെ ചോദ്യത്തിന് അവരിൽ നിന്നും ദൃഷ്ടി മാറ്റി അറിയാം എന്നവൾ തലകുലുക്കി. അയാളാണ് അനു, എന്നെ ഇന്നലെ തല്ലിയതും അപമാനിച്ചതും. അത് പറയുമ്പോൾ അവളുടെ മനസ്സിലേക്ക് ഇന്നലെ അവൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും കടന്നു വന്നതും കണ്ണുകൾ നിറഞ്ഞു. കിച്ചുവിനെ കണ്ടതും അനുവിനും അവന്റെ പ്രവൃത്തിയെപ്പറ്റി ആലോചിച്ച് ദേഷ്യം വന്നു. അനു, നമുക്ക് ഇവിടെ നിന്ന് പോകാം. അയാൾ എന്നെ കണ്ടാൽ ഇനിയും എന്തെങ്കിലും പറയും. ഇനിയൊരു അപമാനം അതെനിക്ക് താങ്ങാൻ പറ്റില്ലനു. പ്ലീസ്, നമുക്ക് വീട്ടിലേക്ക് പോകാം. കരഞ്ഞുകൊണ്ട് പറയുന്ന അഞ്ജുവിനെ കണ്ടതും അനുവിനും സങ്കടം തോന്നി. പുറത്തേക്ക് തന്റേടെയാണെന്ന് തോന്നിക്കുമെങ്കിലും
അവൾ വളരെ പാവമാണെന്ന് തനിക്കും ചേച്ചിയമ്മയ്ക്കും മാത്രമേ അറിയൂ. അഞ്ജു, എങ്ങനെയാടാ നമ്മളിപ്പോ പോവുക? പാർട്ടി ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. ചേച്ചിയമ്മയും ആകെ തിരക്കിലാണ്. നമ്മളെ ആര് കൊണ്ടാക്കും? കുറച്ചു നേരം കൂടി ഇവിടെ നിന്നേ പറ്റൂ. അതുവരെ നമുക്ക് അയാൾ കാണാതെ എവിടെയെങ്കിലും മാറി നിൽക്കാം. അനു പറയുന്നത് കാര്യമാണെന്ന് തോന്നിയതും അവൾ സമ്മതം മൂളി. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയതും ഒരു വട്ടം കൂടി അവൾ അവനെ തിരിഞ്ഞു നോക്കി. അതേസമയം സംസാരത്തിനിടെ ഒന്ന് തിരിഞ്ഞു നോക്കി കിച്ചു അഞ്ജുവിനെ കണ്ടു. അവൻ കണ്ടു എന്ന് മനസ്സിലായതു അഞ്ജു വേഗം മുഖം തിരിച്ചു. കിരണേ, ദേടാ അവൾ. അവളോ? നീ ആരെ പറ്റിയാ പറയുന്നേ? കിച്ചു പറഞ്ഞത് മനസ്സിലാവാതെ കിരൺ ചോദിച്ചു. ഡാ, അത് അവളാടാ. ഞാൻ ഇന്നലെ പ്രശ്നം ഉണ്ടാക്കിയില്ലേ? അവൾ എന്താ ഇവിടെ? നിനക്ക് തോന്നിയതാവും കിച്ചു. അത് അവളൊന്നും ആവില്ല. കിരൺ പറഞ്ഞതും അവൻ അത് അംഗീകരിക്കാനായില്ല. ഞാനിപ്പോ വരാൻ കിരണേ. കിരൺ മറുപടി പറയും മുമ്പേ കിച്ചു നടന്നു കഴിഞ്ഞിരുന്നു. അനു അഞ്ജുവിനെ കൊണ്ട് വീടിനുള്ളിൽ പെട്ടെന്ന് ആടെ ശ്രദ്ധ എത്തിച്ചേരാത്ത രീതിയിൽ പൂളിനടുത്തുള്ള ഒരു ചെയറിൽ കൊണ്ടിരുത്തി. നീ ഇവിടെ ഇരിക്ക്. ഞാൻ നിനക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. ആകെ പരവേശം എടുത്തിരിക്കുന്നതിനാൽ അഞ്ജു അനുവിനെ തടഞ്ഞില്ല. ഒരുവിധം എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കിച്ചുവിന് അവളെ കാണാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടോ അവന് വല്ലാത്ത സങ്കടം വന്നു. അവളെ കാണുവാൻ ഇത്രയ്ക്ക് തിടുക്കം താൻ കാണിക്കുന്നത് എന്തിനാണെന്ന് അവന് തന്നെ മനസ്സിലായില്ല. അവന് മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി തോന്നി. ഇനി നോക്കാൻ പൂൾ സൈഡ് മാത്രം ബാക്കി നിൽക്കെ ഒന്ന് പോയി നോക്കാൻ തീരുമാനിച്ച് അവൻ പൂളിന്റെ അടുത്തേക്ക് നടന്നു. അടുത്തേക്ക് ആരോ നടന്നു വരുന്നു എന്ന് തോന്നിയതും അനു ആവുമെന്ന് കരുതി തല ഉയർത്തി നോക്കി അഞ്ജു. അങ്ങോട്ടേക്ക് വരുന്ന കിച്ചുവിനെ കണ്ടതും ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റ് അവിടെയുള്ള കട്ടന് പിന്നിൽ ഒളിച്ചു. കിച്ചു അവിടേക്ക് വന്ന് എല്ലായിടത്തും നോക്കുന്നതും ആരെയും കാണാതെ നിരാശയോടെ തിരിഞ്ഞു നടന്നതും കട്ടനിടയിലൂടെ അഞ്ജു കാണുന്നുണ്ടായിരുന്നു. അവൻ പോയതും അവൾ കണ്ണടച്ച് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ച് ശ്വാസം വലിച്ചുവിട്ടു. എന്നാൽ അടുത്ത നിമിഷം ശക്തിയിൽ അവളുടെ കൈ ആരോ പിടിച്ചു വലിച്ചതും അവൾ മുന്നോട്ടാഞ്ഞ് എന്തിലോ തട്ടി നിന്നു. ഞെട്ടിക്കൊണ്ട് കണ്ണുകൾ തുറന്നതും മുന്നിൽ നിൽക്കുന്ന കിച്ചുവിനെയാണ് കണ്ടത്. അതിലും അവൾ പകച്ചുപോയത് താനിപ്പോൾ അവന്റെ നെഞ്ചിനോട് ചേർന്നാണ് നിൽക്കുന്നത് എന്നതായിരുന്നു. ഒരു നിമിഷം തളഞ്ഞു നിന്ന അഞ്ജു സ്വബോധം വീണ്ടെടുത്ത് അവനെ ആഞ്ഞു പുറകിലേക്ക് തള്ളി.